വേണമെന്ന് കരുതിയല്ല ഞാൻ മീരയെ കൊലപ്പെടുത്തിയത്. കറണ്ട് പോയത് കാരണം ആളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. പൂജ റൂമിനകത്ത് കയറുന്നത് ഞാൻ കണ്ടതാ. അവരുടെ സാരിയും ബാഗും കൊടയും ഉൾപ്പെടെ എല്ലാം റൂമിനകത്തുണ്ടായിരുന്നു. എന്തിന്, പൂജയുടെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ള പ്ലാസ്റ്റിക് കവർ പോലും റൂമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാ. പിന്നീട് അവരെങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ബാത്റൂമിനകത്ത് പൂജ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. കറണ്ട് വന്നപ്പോഴാണ് ആള് മാറിപ്പോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും അവര് മരിച്ചിരുന്നു. Then where is മീര? എവിടെ മീര? എവിടെ? കൊല്ലപ്പെട്ട മീരയുടെ ബോഡി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോഡി നീ എന്ത് ചെയ്തു? പെട്ടെന്ന് ആരും അന്വേഷിക്കാതിരിക്കാനാ ബോഡി ഞാൻ അവിടുന്ന് മാറ്റിയത്. ഡെഡ് ബോഡി കോമ്പൗണ്ടിനടുത്തുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വാട്ടർ ടാങ്കിനടുത്ത് ഉപേക്ഷിച്ചു. ആ വാട്ടർ ടാങ്ക് നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ മുമ്പ് പൂജയെ കാണാൻ പലതവണ ഹോസ്റ്റലിൽ വന്നിരുന്നു. അങ്ങനെ ആ വഴിയും പരിസരമൊക്കെ എനിക്ക് അറിയാമായിരുന്നു. റോഷൻ, നമുക്ക് ഉടനെ ഹോസ്റ്റലിൽ പോകണം. ആരത്തെങ്കിലും പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് ഇയാളെ ഹോസ്റ്റലിൽ കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ. ഇവിടെ എവിടെയാണ് വാട്ടർ ടാങ്ക്? ഇവിടെ പുറയിലാണ് സാർ. ഒന്ന് കാണിച്ചേ. ഓ, പൂജ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്, വിളിക്കാം. സാർ എന്തിനാ കാണണോന്ന് പറഞ്ഞത്? പൂജയ്ക്ക് എന്താ 10 ലക്ഷം രൂപയുടെ അത്യാവശ്യം? നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. തലനേരയ്ക്കാണെങ്കിലും രക്ഷപ്പെട്ടു. പകരം ഒരു പാവം പെണ്ണ് ബലിയാടായി. മീര കൊല്ലപ്പെട്ടു. കൊന്നതാരെന്നറിയട്ടെ? ക്ലെമന്റ്, എമേഴ്സൺ ക്ലെമന്റ്. നിങ്ങളാണ് നോട്ട് കിട്ടുന്നത്. കറണ്ട് പോയത് കാരണം ആള് മാറി. ക്ലെമന്റ് എല്ലാം എന്നോട് പറഞ്ഞു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്ലെമന്റ് പോലീസിനോട് തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. തെളിവെടുപ്പിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി കരുതിട്ട് എന്ത് കാര്യം? നിങ്ങൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കാറ് മേടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ക്ലെമന്റ് പറഞ്ഞത്. അത് ശരിയാണോ? ഈ ബന്ധം നിങ്ങളെ ഭർത്താവിന് അറിയായിരുന്നു? അറിയാമായിരുന്നു. അദ്ദേഹത്തിന് കാശ് കൊടുത്താൽ മതി, വേറൊന്നും ചോദിക്കാറില്ല. എന്തെല്ലാം തരം ഭർത്താക്കന്മാരാണ് നാട്ടിൽ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ മെറിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ച്? മീര കൊല്ലപ്പെട്ട വിവരം എനിക്കറിയില്ലായിരുന്നു സർ. മീരെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ക്ലെമന്റുമായുള്ള എന്റെ ബന്ധം പുറത്തറിയുമെന്ന് ഞാൻ ഭയന്നു. മെറിൻ അറിയായിരുന്നു ക്ലെമന്റുമായുള്ള അടുപ്പം? മെറിനും മീരയ്ക്കും അറിയായിരുന്നു. പക്ഷെ അത് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീങ്ങിയത് അവർ അറിഞ്ഞിരുന്നില്ല. You have got a brilliant brain, but use it for something good. എവിടെയാണ്? അവിടെയാണ് സാർ.
ശരി. തികച്ചും യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ കേസിലെത്തിയത്. സഞ്ജയുമായി ദീർഘനാളത്തെ ബന്ധമാണ്. ഭാര്യയെ കാണാനില്ല, ഒന്ന് അവിടം വരെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ അവസാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇങ്ങനൊരു ദുരന്തം അവനൊന്ന് ഭവിക്കുമെന്ന് ആര് കണ്ടു? ഇനി എങ്ങോട്ടാണ് യാത്ര? വേറൊരു മർഡർ കേസിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. കൊല്ലപ്പെട്ടത് ഒരു കന്യാസ്ത്രീയാണ്. എ മിഡ് നൈറ്റ് മർഡർ. എനിവേ മൈ താങ്ക്സ് ഫോർ ഈ സോളമൻ. എല്ലാ ആശംസകളും നേരുന്നു. സോളമൻ ഇടപെട്ടത് കാരണം ഈ കേസിൽ എനിക്കൊരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കളക്ട് ചെയ്ത തെളിവുകൾക്കിടയിൽ പൂജയുടെ മൊബൈൽ ഫോണും കിടപ്പുണ്ട്. താൻ ആ മൊബൈൽ പരിശോധിക്കണമെന്നില്ല. ആ വീഡിയോ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.